അപ്പം നമുക്ക് ഇന്ന് ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമാറ്റോജെനിസിസ് ആണ് നോക്കുന്നത്. അപ്പോൾ അതെന്താണ് ഹോർമോൺ, എന്താണ് സ്പെർമാറ്റോജെനിസിസ്, ഇതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ നോക്കൂ, spermatogenesis is initiated at the age of puberty. സാധാരണഗതിയിൽ ഈ സ്പേം ഫോർമേഷൻ നടക്കുന്നത് പ്രായപൂർത്തിയാകുമ്പോഴാണ്. അപ്പോൾ ആ പ്രായപൂർത്തിയാകുന്ന ആ കാലയളവിൽ ഹൈപ്പോ തലാമസിൽ നിന്ന് ധാരാളം ഗൊനാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ, അതാണ് GnRH, ഗൊനാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ റിലീസ് ചെയ്യും. ഈ ഹൈപ്പോതലാമസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കൊല്ലം നിങ്ങൾ പഠിച്ചതാണ്. ഹൈപ്പോതലാമസ് ഇസ് എ സ്മോൾ റീജിയൻ at the base of the brain, അല്ലേ? ബ്രെയിനിൻ്റെ ഏറ്റവും ബേസിൽ കാണുന്ന ഒരു സ്മോൾ റീജിയൻ ആണ് നിയർ ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അല്ലേ? ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് അറിയാം. ഒന്ന് റിലീസിങ് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നു, അതേപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ to increase the level of gonadotropin releasing hormone stimulates the anterior part of the pituitary. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് രണ്ട് പാർട്ടുണ്ട്, ഒന്ന് ആൻറ്റീരിയർ, ഒന്ന് പോസ്റ്റീരിയർ. അപ്പോൾ നമുക്ക് ആൻറ്റീരിയർ പാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ പിറ്റ്യൂട്ടറി രണ്ട് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഒന്ന് LH ആൻഡ് അനദർ വൺ ഇസ് FSH. എന്താ LH? ലൂട്ടിനൈസിങ് ഹോർമോൺ. FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ LH എന്താ ചെയ്യുന്നത്? LHും സ്പെർമാറ്റോജെനിസിസും തമ്മിൽ എന്താ ബന്ധം? അതായത് ലൂട്ടിനൈസിങ് ഹോർമോൺ എന്ത് ചെയ്യും? that stimulates Leydig cells. എന്താ Leydig cell? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കുകയാണ്. എന്താ Leydig cell എന്താണ്? അതായത് സെമിനിഫറസ് ട്യൂബുൾസിൻ്റെ പുറത്ത് കാണുന്ന ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ കാണുന്ന സെല്ലാണ് ഇൻഡസ്ട്രീഷ്യൽ സെൽ, അല്ലെങ്കിൽ Leydig cell. ഈ Leydig cell പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മെയിൽ ഹോർമോണായ ആൻഡ്രോജൻ ഹോർമോൺ. ആ ഹോർമോൺ എന്ത് ചെയ്യുന്നു? സ്പെർമാറ്റോജെനിസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് LHൻ്റെ ഫങ്ഷൻ. അതേപോലെ തന്നെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. വേറൊരു കാര്യം, ഈ FSHും LHും ബോത്ത് മെയിലിലുമുണ്ട് ഫീമെയിലിലുമുണ്ട്. പക്ഷേ അതിൻ്റെ ഫങ്ഷൻ വ്യത്യസ്തമാണ് എന്നേ ഉള്ളൂ. ഈ FSH എന്ത് ചെയ്യുന്നു? They stimulate the Sertoli cells. എന്താ Sertoli cell? അത് നിങ്ങൾ പഠിച്ചതാണ്. എന്താണ് Sertoli cell? ഈ കാണുന്ന സെല്ലാണ് Sertoli cell. അതായത് സെമിനിഫറസ് ട്യൂബുളിൻ്റെ അകവശത്ത് കാണുന്ന രണ്ട് സെല്ലിൽ ഒരെണ്ണമാണ്. ഇത് സ്പെർമാറ്റോഗോണിയം. ഇൻസൈഡ് വാളിനോട് ചേർന്ന് കാണുന്നത് സ്പെർമാറ്റോഗോണിയൽ സെല്ല്. ഇത് Sertoli cell, അതായത് നെസ്റ്റ് സെല്ല്, അല്ലേ? നെസ്റ്റ് സെല്ലാണത്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? Sertoli cell സ്പെർമിയോജെനിസിസിനെ എന്തോ ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. Sertoli cell ചില ഫാക്ടേഴ്സിനെ സെക്രീറ്റ് ചെയ്ത് അത് സ്പെർമിയോജെനിസിസിനെ എന്തോ ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. എന്താ സ്പെർമിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത്
ജെനിസിസിൽ സ്പെർമാറ്റിഡ് ട്രാൻസ്ഫോം ചെയ്ത് സ്പേം അല്ലെങ്കിൽ സ്പെർമറ്റോസോവ ആയി മാറുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെർമിയോ ജെനിസിസ് എന്ന് പറയുന്നത്. അപ്പം അതിനെ സഹായിക്കാനുള്ള ചില ഫാക്ടേഴ്സ് ഈ സർട്ടോളി സെല്ല് എന്ത് ചെയ്യും, സെക്രറ്റ് ചെയ്യും. ഇതാണ് ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമാറ്റോജെനിസിസ്. ഒന്നുകൂടെ നോക്കുക. എന്താണ് ഹൈപ്പോ തലാമസ് എന്ത് ചെയ്യുന്നു, ഗൊനാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു അറ്റ് ദ ഏജ് ഓഫ് പ്യൂബർട്ടി. അപ്പം അങ്ങനെ ഗൊനാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോണ് റിലീസ് ചെയ്യുന്നു. ഈ ഇൻക്രീസ്ഡ് ലെവൽസ് ഓഫ് GnRH എന്ത് ചെയ്യുന്നു, ദാറ്റ് സ്റ്റിമുലേറ്റ് ദി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി which then secrete the follicle stimulating hormone and luteinizing hormone, LH and FSH. And this LH acts on Leydig cell that causes the secretion of androgens or testosterone and that stimulate the spermatogenesis. At the same time, FSH stimulates the Sertoli cell which secretes some factors that stimulate the spermiogenesis. ഈ ഒരു ഫ്ലോ ചാർട്ട് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കാം. ഇത് പരീക്ഷ ചിലപ്പോൾ ചോദിക്കുക.